ഗൈസ് നമ്മളുടെ കൊച്ചി എയർപോർട്ട് എത്തിയിട്ടോ. ഭയങ്കര സന്തോഷം. ഹലോ, ഇന്ന് ഞങ്ങൾ സർപ്രൈസായിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോകണം കേട്ടോ. എന്താ പറയുക, വിളാരോടും പറഞ്ഞിട്ടില്ല, 2 വിളാരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഫ്ലൈറ്റ് ഇവിടുത്തെ ഒരു 9 മണിക്കാണ്. അപ്പോൾ ആരോടും പറഞ്ഞിട്ടില്ല അപ്പോൾ ഞങ്ങൾ ചെല്ലണ കാര്യം. അപ്പം ഞാൻ അതിനെ കുറച്ച് ഒരുക്കത്തിലാണ്. ഞങ്ങൾ ഈ മാസം വരുന്നവർക്കറിയാം, ഈ ആഴ്ച അല്ലെങ്കിൽ ഈ മാസത്തിൽ ഈ ലാസ്റ്റ് ഇപ്പോൾ ആവാറായല്ലോ. അപ്പോൾ വരുന്നുള്ള കാര്യം അറിയാം, ഞങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങളിത് ഇന്ന് നൈറ്റ് ഇവിടെ നിന്ന് കയറും. അപ്പോൾ നാളെ വെളുപ്പിന് 2:45 ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ അവിടെ എത്താം, വെളുപ്പിന്. അപ്പോൾ സിജോൻ്റെ ഫ്രണ്ട് ആഷിലും ജാസ്മിനും കൂടി ഞങ്ങൾ കൊണ്ടുവരാൻ വരും. അവരോട് പറഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. സിജോ ചേട്ടൻ ഉച്ച വരെ ഒന്ന് വർക്കുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആൾ വരുള്ളത്. പെട്ടിയുണ്ട്, 2 പെട്ടിയുണ്ട്. 2 പെട്ടിയിൽ പാക്ക് ചെയ്യാൻ, പിന്നെ കവറിൽ ഉണ്ട്, കുറച്ച് ഡ്രസ്സ് എടുത്തിടാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഉറങ്ങുകയാണ്. അപ്പോൾ അതൊക്കെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വന്ന് ഫുഡ് കഴിക്കുക, ബാക്കി പരിപാടി നോക്കുക, ഇവിടെ നിന്ന് ഇറങ്ങാം. ഭയങ്കര ഒരു എന്താ പറയുക, ടെൻഷനുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് റൂം വിട്ട് പോകണം എൻ്റെ ഒരു സങ്കടം കേട്ടോ. അങ്ങനെ വിഷമം. ഇനി വരും. ഞങ്ങളിപ്പോൾ മാർച്ച് 20-ാം തീയതി തിരിച്ച് ഇങ്ങോട്ടേക്ക് എത്തും. 1 മാസം ലീവിന് പോകണേ. 1 മാസം കിട്ടിയാലാണ് നമുക്ക് 2 വീളായിട്ടും പോകാനും നിൽക്കാനും പുറത്തൊക്കെ എവിടെയും പോകാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും 1 മാസത്തെ ലീവിന് സർജാനിൽ 1 മാസം ലീവ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അടുത്ത മാർച്ച് 20-ാം തീയതി തിരിച്ച് വരും. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ്. ശുണ്ടുവിനൊന്നും അറിയില്ലല്ലോ, ശുണ്ടു കിടന്നുറങ്ങാണ്. ഇനി അതിനെ കുളിപ്പിച്ച് ഫുഡ് കൊടുക്കണം. അങ്ങനെ പരിപാടികൾ നമുക്ക് കാണാം. ബൈ. അവിടെ നിന്നേ എടാ, ആ നിൽക്കണ അവളോട് ചോദിച്ചോക്കേ. ഞങ്ങള് എന്താ പറയാ, ഒരുപാട് ലേറ്റ് ആയി എത്തിയപ്പോ. നല്ല വയ്യാണ്ടായപ്പോ ഞാൻ നേരിട്ട് ഫ്ലൈറ്റിന് ഇപ്പൊ കയറാൻ പോവാണ്. വെയിറ്റ് ചെയ്യാൻ വന്നൊന്നുമില്ല. അപ്പൊ നമുക്ക് കൗണ്ടർ മാറിപ്പോയി നിന്നത്, അങ്ങനെ കുറച്ച് ഡിലേ. എനിവേ നടന്നെത്തി. B16 ഗേറ്റിന്റെ അവിടെ എത്തി നമ്മള്. ഈ ഞങ്ങളെ അവിടെ സിജോന്റെ ഫ്രണ്ട് വരും, ആഷില് വരും ഞങ്ങൾ പിക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ഞങ്ങളങ്ങനെ പോവാണ്. അല്ല ചെല്ലോ ബൈ. ഞങ്ങളിതേ ശുണ്ടുവിൻ്റെ സ്ഥലത്ത്, ഇവിടെ ശുണ്ടുവിൻ്റെ സീറ്റാണ് ഇവിടെ വെച്ചേക്കാണ് സെൻറ്ററിൽ. ശുണ്ടുവിന് തിരിഞ്ഞാൽ മിക്സറൊക്കെ എടുത്തിട്ടുണ്ട്. ശുണ്ടിൻ്റെ മിക്സറൊക്കെ എടുത്തിട്ടുണ്ട്, പിന്നെ ആപ്പിളൊക്കെ എടുത്തിട്ടുണ്ട്. ചുടുന്ന കുറേ നടന്ന് ശരിക്കും വയ്യാതായിട്ടോ. ഇതേപോലെ ഇത്ര ടയേർഡായിട്ടില്ല ഞങ്ങൾ. Should there be a drop in cabin pressure, oxygen masks will drop automatically from the panel of गई हैं. धन्यवाद.
അങ്ങനെ കഴിച്ച് നമ്മുടെ കൊച്ചി എയർപോർട്ട് എത്തി കേട്ടോ. ഭയങ്കര സന്തോഷമായി എനിക്ക്. അയ്യോ, വീട്ടുകാരെല്ലാവരും കാണാനുള്ളൊരു സന്തോഷം. നമ്മളിപ്പോൾ എത്തി. ഇപ്പോൾ സമയം 2 മണി ആയിട്ടുള്ളൂ. ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ 3:30 ആവും. 3 മണി ഒക്കെ ആവട്ടെ എത്തുമ്പോൾ. ഞങ്ങൾ ഫ്ലൈറ്റ് കുറച്ച് നേരത്തെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരത്തെ എത്തി. പിന്നെ ഇത് ജാസുവിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അതിപ്പോഴാണ് ഓർത്തത്. ഞങ്ങളിത് അവളിതേ വന്നുണ്ട്. അങ്ങനെ അതാണ് വിശേഷം ഇന്നത്തെ. അപ്പം നമുക്കിനി വീട്ടിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങളാണ്. അവർ സർപ്രൈസ് ആക്കാം. പേടിയാ? നോക്കിക്കോ. ഇങ്ങോട്ട് നീങ്ങി വാ, ഇങ്ങോട്ട് നീങ്ങി വാ. വാ വാ. അങ്ങ് പോവാ. പാവ, അതിങ്ങനെ ആരില്ലാണ്ട് അനാഥയെ പോലെ നടക്കണം. അമ്മ ഞാൻ അധികം റൗണ്ട് ഓടിയിട്ട് വരാം. എന്നെ എടുക്കാൻ ആരും ഉണ്ടാവില്ല. ഞങ്ങളിവിടെ നമ്മളെപ്പോഴും എത്തിയ ഞങ്ങളിവിടെ പോസ്റ്റ് ആയിട്ടിരിക്കുന്ന കേസ് ചാലക്കുടി നല്ല ബ്ലോക്കാണ്. ഇപ്പോൾ ആഷിലും ജാസിനും ഒക്കെ വന്നുകൊണ്ടിരിക്കണുള്ളൂ. ഞങ്ങളപ്പോൾ ഇവിടെ ഇങ്ങനെ ചുന്ന ഡ്രസ്സൊക്കെ മാറ്റിച്ചു. ഞങ്ങളവിടെ ഇരിക്കുകയാണ്, അങ്ങനെ വെയിറ്റ് ചെയ്തു. ഉറക്കം വേണ്ട, ഉറങ്ങിയിട്ടില്ല. ഫ്ലൈറ്റിൽ ഉറക്കം വന്നില്ല. കാരണം 2 മണിയൊക്കെ ആയി. 9 മണിക്ക് കിടന്നുറങ്ങി, 10 മണിക്ക് കിടന്നുറങ്ങി. ഞങ്ങൾ 2 മണിയായിട്ട് ഉറക്കം വന്നില്ല. അപ്പം ഞങ്ങളിനി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചുണ്ടാപ്പൂ എത്ര മാസം മുമ്പാ? 8 മാസം മുമ്പാണ് ഇവിടുന്ന് യാത്രയും പറഞ്ഞ് ഞങ്ങൾ അബുദാബിക്ക് പോയത്. ഇതിന് പെട്ടെന്ന് നല്ല മാസം പോയത്. ഭയങ്കര സന്തോഷമുണ്ട്. എന്നുവെച്ചാൽ അവരുടെ സന്തോഷം നമുക്ക് ചെല്ലുമ്പോൾ കാണാം. ചുണ്ടു അമ്മേതേ വണ്ടി നിന്നേ എൻ്റെ ജാസു ഹാപ്പി ബർത്ത്ഡേ ടു യു. വിഷ് ചെയ്തേ ജാസുവിന്, വിഷ് ചെയ്തേ ഹാപ്പി ബർത്ത്ഡേ ജാസുവിൻ്റെ. പറഞ്ഞേ ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ ജാസു. ഇതാരാണ്? ജോസുട്ടൻ. പറഞ്ഞേ വാവാ വാവാ ജോസുട്ടൻ. ജോസുട്ടാ സുഖാണോ? നോക്കിയേ. ഓ ഇത് നിന്നെയല്ലേ പിന്നെ വിളിച്ചതാ. വീഡിയോ വീഡിയോ നീ തന്നെ പറഞ്ഞു. അങ്ങനെ സ്പെഷ്യൽ പറഞ്ഞ അങ്ങനെ പൊറോട്ടയും ചപ്പാത്തിയും ബീഫ് കറിയും, മറ്റേത് ഓംപ്ലേറ്റ്, പിന്നെ ചായ, കട്ടൻ ചായ. ആ പൊറോട്ട അങ്ങനെ ചേട്ടൻ പോയി. ഇതിന് കൂടി ഇങ്ങനെ വലിക്കില്ല. ഇങ്ങനെ
കപ്പത്തോടിന്റെ ഫ്രണ്ടൊക്കെ കട്ട വീഴ്ചല്ല കിണ്ണപ്പഴേക്ക് കപ്പത്തോടിന്റെ ഫ്രണ്ട് ഭാഗമൊക്കെ കട്ടയൊക്കെ വീഴ്ചല്ല സൂപ്പറാക്കി. അങ്ങനെ അവര് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഞങ്ങളിവിടെ ആക്കിയിട്ട് ഞങ്ങളിവരെ കാറും കൊണ്ട് പോവാണ്. ഇവരോട് ഇറക്കിയിട്ട് ടാറ്റാ ബൈ ബൈ. അപ്പൊ നമുക്ക് പിന്നെയാണ് കേട്ടോ. അതന്നെ അതന്നെ. അങ്ങനെ ഞങ്ങൾ കുട്ടിച്ചിറത്തായി. ഇപ്പൊ നേരെ വിളി തുടങ്ങി. കുറച്ച് നേരം ഒരു 10 മിനിറ്റ് തൊട്ടിൽ വണ്ടി ഇട്ട് 10 മിനിറ്റ് ഉറങ്ങിയതിന് ശേഷമാണ് നമ്മൾ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ നേരം വെളുത്തിട്ടില്ല. അപ്പോൾ അവർ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് പിന്നെ ഇറങ്ങിയത്. ഒരു 7 മണിക്ക് ആയിട്ടോ ഞങ്ങളുടെ എത്തിയപ്പോൾ. കുറച്ച് നേരം ഞാൻ 10 മിനിറ്റ് വണ്ടിയിൽ വെയിറ്റ് ചെയ്തു. ഉറങ്ങാനായിട്ട് കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ നമ്മുടെ കുട്ടിച്ചിറ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. സർപ്രൈസ് അടക്കാന്നിപ്പോ ഒരു പള്ളിയിൽ പോയി. ഇവിടെ ആരുമില്ല. അപ്പൊ ഒരു പള്ളിയിൽ പോയിക്കപ്പൊ ഞങ്ങള് പള്ളിയിലേക്ക് പോവാണ് കേട്ടോ അവരെ കാണാനായിട്ട്. ഇവിടെ കാറ് കിടക്കുന്ന കാണാനില്ല. അപ്പൊ ഞങ്ങളത് പള്ളിയിലേക്ക് പോവാണ്. അങ്ങോട്ട് പോയി നോക്കാം. ഇപ്പൊ പള്ളിയില് നമുക്ക് കുർബാന വേണ്ട സമയമായിട്ടുണ്ട്. നമുക്ക് പള്ളിയിൽ പോവാം. കുളിക്കാൻ പോയി കനാല്. നമ്മുടെ അവിടുത്തെ കാറ് പുറത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരു പള്ളിയിലുണ്ട്. അപ്പൊ ഞങ്ങളോട് സെമിത്തേരിയിൽ വരെ പോവാണ്. അവിടെ സിജോന്റെ അമ്മാമ്മേടെ കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പളേക്ക് ഇവിടുത്തെ പള്ളിത്ത് കുർബാന കഴിയും. അപ്പൊ ഞങ്ങൾ വരും. ചുണ്ടപ്പ് തീർച്ചയായിട്ടും എനിക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വൈകുന്നേരം ഉറങ്ങാത്ത നല്ല തലവേദനയാണ്. ഭയങ്കര ഉറക്കക്ഷീണമാണ്. ഇന്നലെ ഒട്ടും ഉറങ്ങിയിട്ടുണ്ടായില്ലല്ലോ. അത് കാരണം ഈ ഹാളാണ് ഇപ്പൊ പള്ളി ആക്കിയേക്കണേ. ഇതാണ് ഇവിടെ പള്ളി. ഇതേ പണിതുകൊണ്ടിരിക്കുന്ന പള്ളി കേട്ടോ. പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലാണ് ഇപ്പുറത്തെ പള്ളി. അപ്പൊ നമ്മളിപ്പോ സെമിത്തേരി വരെ പോവാണ് കേട്ടോ. മനസ്സിലാവടാ ആൾക്കാരിട്ടാ. നമ്മുടെ ഇത് കിട്ടിയില്ല. വിളിച്ച് നീ ചെല്ല്. അതായിരിക്കും നല്ലത്. ഇങ്ങോട്ട് വിളിക്ക.
ആൾക്കാരൊക്കെ നോക്കണ്ട്. അല്ലേ കുർബാന വീട്ടിലത്തെ ആളാ. ഞങ്ങള് വീഡിയോ എടുക്കട്ടെ. അമ്മമ്മയുടെ മൂത്തുമ്മയോട് അതിന് മനസ്സിലാവുണ്ട്. അല്ലെങ്കിൽ അമ്മമ്മയോട് തേച്ചുള്ള പെണ്ണാണത്. ഇതാശു ഞാനാ അമ്മ ബാത്റൂമിൽ നീ പറ. ഹലോ ഗൈസ്, ഞങ്ങൾ അങ്ങനെ ഇപ്പം സർപ്രൈസായിട്ട് എത്തിയിട്ട് അപ്പോൾ പപ്പ ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഫിലോപ്പി മീൻ ചൂണ്ടിട്ട് പിടിച്ച് കൊണ്ടുവന്ന് റെഡിയാക്കാണ് പപ്പ. അപ്പോൾ ഹായ് പറയാൻ പറയാം. പപ്പ ഒരു ഹായ് പറയും. ആരോട്? മീനെ കാണിച്ചെടുക്കും, ഓരോ പൊന്തിച്ച് കാണിച്ചെടുക്കും. ഞങ്ങളുടെ ഇവിടുത്തെ പൂച്ചക്കുട്ടികൾ 5 പൂച്ചക്കുട്ടികളുണ്ട്. അമ്മ രാവിലത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞത് അമ്മയ്ക്ക് നാണായിട്ടാകുമ്പോ നോക്കാണ്ട് പോരട്ടെ ഗൈസ്. ഇപ്പൊ നമ്മള് തിരിഞ്ഞു ഞങ്ങള് നമ്മുടെ ചോറൊക്കെ വെക്കണം കേട്ടാ. അവയ്ക്ക് നാണായിട്ട് നോക്കണല്ലേ ഏട്ടാ അങ്ങോട്ട്. ഗൈസ് നല്ല പച്ച മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിത് ചിറ്റയുടെ വീട്ടിൽ നിന്ന് പച്ചമാങ്ങ കിട്ടിയപ്പോൾ സുജാത ഇപ്പം മുളകൊക്കെ അരിഞ്ഞ് സുജാന ഈ ചുണ്ടു കിടന്ന് നല്ല ഉറക്കാണ്. കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ആൾ കിടന്ന് ഉറങ്ങി. ഉപ്പേട്ടോ കുളിച്ചിട്ടില്ലെങ്കിൽ കുളിക്കണം. കുളിച്ച് കഴിഞ്ഞിട്ടാണ് ഇനി അഷ്ടമിശ്രീക്ക് പോകാനായിട്ട്. അവിടെ നിന്ന് ചേട്ടൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്ക് സർപ്രൈസ് കൊടുക്കാണ്ട് എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുളി കഴിഞ്ഞിട്ട് ഇനിയിപ്പം അങ്ങോട്ടേക്ക് പോകും. നമ്മൾ ഫുൾ നല്ല ഹാപ്പി മൂഡിലാണ്. നല്ല സുജാനെ പറയ സുജാനെ. അപ്പം നമ്മൾ മാങ്ങ തിന്നങ്ങനെ അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇന്ന് ഞങ്ങൾ അവസാനിപ്പിക്കട്ടെ വ്ളോഗ്. നെക്സ്റ്റ് വീഡിയോ ഇനി അവിടുത്തെ കാര്യങ്ങളായിരിക്കും. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണും വരെ ടാറ്റാ ബൈ.